സങ്കീർത്തനങ്ങൾ 127 അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഓർമ്മിക്കുക, ഇന്ന് കുടുംബങ്ങളിൽ കാണുന്ന ഒറ്റപ്പെടലിന്റെ മുഖ്യ കാരണം ഉദരഫലം ദൈവത്തിന്റെ സമ്മാനമാണെന്നും മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്നുമുള്ള വിശ്വാസവും ബോധ്യവും ഇല്ലാതായതുമൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുന്ന നിമിഷം അറിയുന്നത് ആ കുഞ്ഞിന്റെ സൃഷ്ടാവായ സ്വർഗീയ പിതാവാണ്. ഏതാനും ആഴ്ചകൾക്ക് ശേഷമേ അമ്മയും അപ്പനും അറിയുന്നുള്ളൂ. പിതാവ് അറിഞ്ഞ നിമിഷം തന്നെ ആ കുഞ്ഞിന്റെ അവസാന നിമിഷം വരെയുള്ള എല്ലാ പദ്ധതികളും എഴുതി രൂപപ്പെടുത്തി കഴിഞ്ഞു. അമ്മയും അപ്പനും അറിയുന്ന നിമിഷം മുതൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് പിതാവിനുള്ള പദ്ധതികൾ എന്തെല്ലാമാണെന്ന് ആരായുകയും അതുവഴി ലഭിക്കുന്ന ബോധ്യമനുസരിച്ച് ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ കുഞ്ഞിന് പിതാവിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകും വിധമായിരിക്കണം അമ്മയുടെ പ്രാർത്ഥനയും പെരുമാറ്റവും. ഇങ്ങനെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പിതാവിനെ അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളായി മാറും. അതുവഴി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ മാതാപിതാക്കൾക്ക് ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവജനതയ്ക്കും മഹാസന്തോഷം, യേശുവിൻ ക്രൂശുമരണം വിശ്വസിക്കുന്നവർക്കു രക്ഷ. യേശുവിൻ ഉത്ഥാനം വിശുദ്ധർക്ക് പുതുജീവൻ. യേശുവിൻ സാന്നിധ്യം നിത്യതയിലേക്കുള്ള പാത. ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ നീ മാത്രമെന്നേശുവേ. നീ കൃപയും കരുണയും ക്ഷമയും ദയാസമൃദ്ധിയും ഉള്ളവൻ. യേശുവിൻ പുണ്യനീളം നഷ്ടമായോരാത്മാവിനെ നൽകി ദൈവത്തോടു നിരപ്പാക്കി. യേശുവിൻ പുണ്യനീളം തിന്മയിൽ നിന്നെന്നെ വീണ്ടെടുത്തു. പാപം ചെയ്യാതെ എന്നെന്നും സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഭവനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ തിരുരക്തം എൻ സമ്പത്തിനെ കൃപയാൽ നിറയ്ക്കുന്നൻ പ്രവൃത്തിയെ മാനിക്കുന്നു. യേശുവിൻ ജനനം സർവജനതയ്ക്കും മഹാസന്തോഷം. യേശുവിൻ ക്രൂശുമരണം വിശ്വസിക്കുന്നവർക്കു രക്ഷ. യേശുവിൻ ഉത്ഥാനം വിശുദ്ധർക്ക് പുതുജീവൻ. യേശുവിൻ സാന്നിധ്യം നിത്യതയിലേക്കുള്ള പാത. ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ നീ മാത്രമെന്നേശുവേ. നീ കൃപയും കരുണയും ക്ഷമയും ദയാസമൃദ്ധിയും ഉള്ളവൻ.